ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി ഇബ്രഹാം. പ്രധാന വാർത്തകൾ. 7ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. ജൂൺ 1-ന് 57 മണ്ഡലങ്ങളിലാണ് അവസാനഘട്ട വോട്ടെടുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കന്യാകുമാരിയിലെത്തും. വിവേകാനന്ദ പാറയിലെ മണ്ഡപത്തിൽ അദ്ദേഹം ധ്യാനമിരിക്കും. രാജ്യത്ത് വിവിധയിടങ്ങളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷം. സംസ്ഥാനത്ത് ഇന്ന് കാലവർഷമെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ തുടരുന്ന കേരളത്തിൽ ഇന്ന് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബാങ്കോക്കിൽ നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിനുള്ള ബോക്സിംഗ് ലോക യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യയുടെ അങ്കുഷിത ബോറോയും നിശാന്ത് ദേവും ക്വാർട്ടർ ഫൈനലിൽ. നോർവേ ചെസ് മത്സരത്തിലെ 3ാം റൌണ്ടിൽ ലോക 1-ാം നമ്പർ താരം മാഗ്നസ് കാൾസനെതിരെ അട്ടിമറി ജയവുമായി ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ. വാർത്തകൾ വിശദമായി. 7ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. ജൂൺ 1-ന് 57 മണ്ഡലങ്ങളിലാണ് അവസാനഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രചാരണം അവസാനഘട്ടത്തിൽ എത്തിനിൽക്കെ റാലികളിലും പൊതുസമ്മേളനങ്ങളിലും പങ്കാളിത്തം ഊർജിതമാക്കിയിരിക്കുകയാണ് ദേശീയ നേതാക്കളും താരപ്രചാരകരും. വിശദാംശങ്ങളിലേക്ക്. 7 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിലുമായി 904 സ്ഥാനാർത്ഥികളാണ് 7ാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് പഞ്ചാബിലെ ഹോഷിറാപൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പങ്കെടുക്കും. ബിജെപി നേതാവും രാജ്യരക്ഷാ മന്ത്രിയുമായ രാജ്നാഥ് സിംഗ് ഇന്ന് ഉത്തർപ്രദേശിലെ ഖുശിനഗർ, റോബർട്ട്ഗഞ്ച്, ചന്ദൌലി മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഒഡീഷയിലെ ബാലാസോറിൽ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. ഝാർഖണ്ഡിലെ തിരഞ്ഞെടുപ്പ് റാലിയിലും അദ്ദേഹം പങ്കെടുക്കും. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഷിംല പാർലമെന്റ് മണ്ഡലത്തിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും. എസ്-പി നേതാവ് അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിലെ മഹാരാജ്ഗഞ്ചിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും. അവസാനഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന 7 സംസ്ഥാനങ്ങളിലും വോട്ടെടുപ്പിനുള്ള പരസ്യപ്രചാരണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. 7ാം ഘട്ട തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ 13 വീതവും, പശ്ചിമബംഗാളിൽ 9-ഉം, ബീഹാറിൽ 8-ഉം, ഒഡീഷയിൽ 6-ഉം, ഝാർഖണ്ഡിൽ 3-ഉം, ഹിമാചൽ പ്രദേശിൽ 4-ഉം, ചണ്ഡീഗഡിലെ 1 ലോക്സഭാ മണ്ഡലത്തിലുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. എല്ലാ ഘട്ടത്തിലേക്കും വോട്ടെണ്ണൽ ജൂൺ 4-ന് നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. അർഹരായ എല്ലാ വോട്ടർമാർക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവസരം ഒരുക്കിയതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ശാരീരിക വെല്ലുവിളികളുടെ പേരിൽ വോട്ടവകാശം നഷ്ടപ്പെടാതിരിക്കാൻ അവർക്ക് വീടുകളിൽ വോട്ട് ചെയ്യാൻ അവസരം നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അറിയിച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് കന്യാകുമാരിയിലെത്തും. വൈകിട്ട് തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം കന്യാകുമാരിയിലേക്ക് പോകും. കന്യാകുമാരി ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി വിവേകാനന്ദ സ്മാരകത്തിലെ ധ്യാന മണ്ഡപത്തിൽ 2 ദിവസം ധ്യാനത്തിൽ മുഴുകും. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഇന്ന് ഉത്തരാഖണ്ഡിൽ 1 ദിവസത്തെ സന്ദർശനം നടത്തും. കെൻജി ധാമിലെ നീം കരോളി ക്ഷേത്രം അദ്ദേഹം സന്ദർശിക്കും. സന്ദർശനവേളയിൽ ഗോവിന്ദ് ബല്ലഭ് പന്ത് കാർഷിക സാങ്കേതിക സർവകലാശാലയിലെ അധ്യാപകരെയും ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഇന്ത്യ ബംഗ്ലാദേശ് കോൺസുലർ ഡയലോഗിന്റെ 4ാം റൌണ്ട് സമ്മേളനം ന്യൂഡൽഹിയിൽ നടന്നു. കോൺസുലർ, പാസ്പോർട്ട്, വിസ ഡിവിഷന്റെ ജോയിന്റ് സെക്രട്ടറി അമൻപുരി ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന് നേതൃത്വം നൽകിയപ്പോൾ ബംഗ്ലാദേശിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തെ വിദേശകാര്യ മന്ത്രാലയം ഡയറക്ടർ ജനറൽ റൊക്കിബുൾ ഹഖ് നയിച്ചു. കോൺസുലർ, വിസ വിഷയങ്ങൾ, സ്വദേശീവൽക്കരണം തുടങ്ങിയ കാര്യങ്ങളിൽ ഏകോപനവും സഹകരണവും ശക്തിപ്പെടുത്തുന്നതിനുള്ള സംവിധാനങ്ങളെക്കുറിച്ച് ഇരുപക്ഷവും വിപുലമായ ചർച്ചകൾ നടത്തി. ഇരു രാജ്യങ്ങളിലെയും പൌരന്മാരുടെ സഞ്ചാരം സുഗമമാക്കുന്നതിനായി പുതുക്കിയ യാത്രാ ക്രമീകരണം കൂടുതൽ ശക്തിപ്പെടുത്താനും ഇരുപക്ഷവും തീരുമാനിച്ചു. ഇന്ത്യ ബംഗ്ലാദേശ് കോൺസുലർ ഡയലോഗ് സംവിധാനം 2017-ലാണ് ആരംഭിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_ എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേരളത്തിൽ കാലവർഷം ഇന്നെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂണിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ 2 ദിവസം മുൻപാണ് തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്തുന്നത്. ചില വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ദക്ഷിണ അറബിക്കടൽ, മാൽദീവ്സ്, കന്യാകുമാരി, ലക്ഷദ്വീപ്, കേരളം, ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലേക്ക് കൂടുതൽ മുന്നേറുന്നതിന് അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ ജനറൽ മൃത്യുഞ്ജയ് മൊഹപത്ര ആകാശവാണിയോട് പറഞ്ഞു.
വെള്ളിയാഴ്ച മുതൽ അടുത്ത 5 ദിവസം കേരളം, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, മാഹി എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ജൂൺ 1-2 തീയതികളിൽ തമിഴ്നാട്ടിലും ദക്ഷിണ കർണാടകയിലും മഴ പ്രതീക്ഷിക്കുന്നു. കേരളത്തിൽ വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്നലെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചു. കേരള തീരങ്ങളിൽ ഇന്നും നാളെയും മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. ഉയർന്ന തിരമാല മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിലും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്ത് വിവിധയിടങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം തുടരുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുതെന്നും ധാരാളം വെള്ളം കുടിക്കണമെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. അതേസമയം രാജ്യതലസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ നിർമ്മാണ സ്ഥലത്തെ തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 3 മണി വരെ ശമ്പളത്തോടുകൂടിയ അവധി നൽകാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന ഉത്തരവിട്ടു. ന്യൂഡൽഹിയിലെ മുങ്കേഷ്പൂരിൽ പകൽ താപനില 52.9 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത് കാലാവസ്ഥാ കേന്ദ്രത്തിലെ സെൻസറിലെ പിഴവാണെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സെൻസറുകളിലെ വിവരങ്ങൾ പരിശോധിച്ചു വരികയാണ്. മുങ്കേഷ്പൂരിലെ ഏറ്റവും ഉയർന്ന താപനിലയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഔദ്യോഗികമല്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. ഡൽഹിയിൽ ഈ താപനിലയ്ക്ക് സാധ്യത കുറവാണെന്നും അദ്ദേഹം സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ അറിയിച്ചു. ഇതു സംബന്ധിച്ച് പുറത്തുവന്ന വാർത്ത പരിശോധിക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഔദ്യോഗിക നിലപാട് ഉടൻ അറിയിക്കുമെന്നും ശ്രീ കിരൺ റിജിജു പറഞ്ഞു. ബാങ്കോക്കിൽ നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിനുള്ള ബോക്സിംഗ് ലോക യോഗ്യതാ മത്സരത്തിൽ 60 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ അങ്കുഷിത ബോറോയും 71 കിലോഗ്രാം വിഭാഗത്തിൽ നിശാന്ത് ദേവും ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. 66 കിലോഗ്രാം വിഭാഗത്തിൽ ദേശീയ ചാമ്പ്യൻ അരുന്ധതി ചൌധരി പ്രീ ക്വാർട്ടറിലെത്തിയിരുന്നു. അതേസമയം 92 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ താരം നരേന്ദർ ബർവാൾ ശക്തമായ പോരാട്ടം നടത്തിയെങ്കിലും അടുത്ത റൌണ്ടിലേക്ക് കടക്കാൻ സാധിച്ചില്ല. നോർവേ ചെസ് മത്സരത്തിലെ 3-ാം റൌണ്ടിൽ ലോക 1-ാം നമ്പർ താരം മാഗ്നസ് കാൾസനെതിരെ അട്ടിമറി ജയവുമായി ഇന്ത്യയുടെ പ്രജ്ഞാനന്ദ. ക്ലാസിക്കൽ ചെസ് ഫോർമാറ്റിൽ കാൾസനെതിരെയുള്ള പ്രജ്ഞാനന്ദയുടെ ആദ്യ വിജയമാണിത്. 3-ാം റൌണ്ടിൽ വെള്ളക്കരിക്കളുമായാണ് പ്രജ്ഞാനന്ദ കളിച്ചത്. ഇതോടെ 5.5 പോയിന്റുമായി പ്രജ്ഞാനന്ദ ടൂർണമെന്റിൽ മുന്നിലെത്തി. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ഫെമ ലംഘിച്ചതിന് HSBC ലിമിറ്റഡിന് 36,30,80,000 രൂപ പിഴ ചുമത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1999 ഫെമയുടെ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമിന് കീഴിലുള്ള റിപ്പോർട്ടിംഗ് ആവശ്യകതകൾ HSBC ലംഘിച്ചതിനാണ് പിഴ. HSBCക്ക് RBI കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. അതിന് മറുപടിയായി ബാങ്ക് രേഖാമൂലമുള്ള മറുപടിയും സമർപ്പിച്ചിരുന്നു. എന്നാൽ കേസിന്റെ വസ്തുതകളും ബാങ്കിന്റെ മറുപടിയും പരിഗണിച്ച ശേഷം ലംഘനങ്ങൾ തെളിയിക്കപ്പെട്ടതാണെന്നും പിഴ ചുമത്തേണ്ടത് ആവശ്യമാണെന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിഗമനത്തിലെത്തുകയായിരുന്നു. മിസോറാമിലെ ഐസ്വാൾ ജില്ലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 29ആയി. ഇന്നലെ 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഐസ്വാളിന്റെ തെക്കൻ പ്രദേശത്തുള്ള മെൽത്തും ഹിലിമൻ പ്രദേശങ്ങളിലെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഓരോ മൃതദേഹം വീതം കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു. മരിച്ച 29 പേരിൽ 23 പേർ മിസോറാം സ്വദേശികളും 5 പേർ ജാർഖണ്ഡിൽ നിന്നുള്ളവരും ഒരാൾ അസം സ്വദേശിയുമാണ്. രക്ഷാപ്രവർത്തനം കാണാതായ എല്ലാവരെയും കണ്ടെത്തുന്നതുവരെ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6-ാം ഘട്ടത്തിൽ പുരുഷ വോട്ടർമാരെക്കാൾ 3% കൂടുതൽ സ്ത്രീകൾ സമ്മതിദാന അവകാശം വിനിയോഗിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 6-ാം ഘട്ടത്തിൽ വോട്ട് ചെയ്തവരുടെ അന്തിമ കണക്കും കമ്മീഷൻ പുറത്തുവിട്ടു. 64.95% സ്ത്രീകൾ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ സമ്മതിദാന അവകാശം വിനിയോഗിച്ച പുരുഷന്മാർ 61.95%. 18.67% ട്രാൻസ്ജെൻഡർമാരും വോട്ട് രേഖപ്പെടുത്തി. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ വോട്ട് ചെയ്തത് ബീഹാർ, ജാർഖണ്ഡ്, ലഡാക്ക്, ഒഡീഷ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 7-ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. ജൂൺ 1-ന് 57 മണ്ഡലങ്ങളിലാണ് അവസാനഘട്ട വോട്ടെടുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കന്യാകുമാരിയിലെത്തും. വിവേകാനന്ദ പാറയിലെ മണ്ഡപത്തിൽ അദ്ദേഹം ധ്യാനമിരിക്കും. രാജ്യത്ത് വിവിധയിടങ്ങളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷം. സംസ്ഥാനത്ത് ഇന്ന് കാലവർഷം എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ തുടരുന്ന കേരളത്തിൽ ഇന്ന് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബാങ്കോക്കിൽ നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിനുള്ള ബോക്സിംഗ് ലോക യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യയുടെ അങ്കുഷിത ബോറോയും നിശാന്ത് ദേവും ക്വാർട്ടർ ഫൈനലിൽ. നോർവേ ചെസ് മത്സരത്തിലെ 3-ാം റൌണ്ടിൽ ലോക 1-ാം നമ്പർ താരം മാഗ്നസ് കാൾസനെതിരെ അട്ടിമറി ജയവുമായി ഇന്ത്യയുടെ പ്രജ്ഞാനന്ദ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.